ഫിസിക്സിലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതിൽ ഈ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഒക്കെ വളരെയധികം കാലം മുമ്പ് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിരുന്നെങ്കിലും ഇവർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് വളരെ കുറച്ച് കാലേ ആയിട്ടുള്ളൂ. ഈ സയൻറ്റിസ്റ്റുകൾക്കിടയിൽ തന്നെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് തർക്കങ്ങൾ നടന്നതാണ്. അപ്പോൾ ആ ഒരു തർക്കത്തിൽ നിന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഈഴ്സ്റ്റഡ് എക്സ്പെരിമെൻ്റ് ആണ്. ഈഴ്സ്റ്റഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണത്. ശരിക്കത് നടന്നത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഒരു കോൺഫറൻസിൽ ഒരു ലെക്ചറിലാണ് ഇവരുടെ റിലേഷൻ പ്രൂവ് ചെയ്യപ്പെട്ടത്. ശരിക്ക് ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. ശരിക്ക് ഈഴ്സ്റ്റഡ് ഞാൻ അറിഞ്ഞ പ്രകാരം ഇതിൻ്റെ മറുപക്ഷത്താണ്. ഇവർ തമ്മിൽ റിലേഷൻ ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ആര്? ഈഴ്സ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈഴ്സ്റ്റഡ് ഇതുള്ള കഥയാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമുക്ക് പഠിക്കാനും ഓർമ്മിക്കാനും നല്ലതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ബന്ധമുണ്ടെന്ന് വാദിക്കുന്നവരും ഇല്ലെന്ന് വാദിക്കുന്നവരും. അങ്ങനെ ഇല്ല എന്ന് വാദിക്കുന്ന ഈഴ്സ്റ്റഡ് മുന്നോട്ട് വന്നിട്ട് ഈഴ്സ്റ്റഡ് ചെയ്തത് ഇതാണ്. ഒരു ബാറ്ററിയാണിത്. ഈ കാണുന്നത് ബാറ്ററിയാണ്. ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എടുത്തു. അപ്പോൾ ആ സർക്യൂട്ടിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? കറണ്ട് കടന്നു പോകുന്നുണ്ട്. അതിന് താഴെ ഒരു മാഗ്നറ്റിൻ്റെ നീഡിലാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരു മാഗ്നറ്റ് താഴെ വെച്ചു. ആ താഴെ വെച്ചത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. ആ വയർ എങ്ങനെയാണോ അതേ ഡയറക്ഷനിലാണ് ആ മാഗ്നറ്റ് വെച്ചിട്ടുള്ളത്. പക്ഷേ ആദ്യം ഈഴ്സ്റ്റഡ് വെച്ചത് ഇതാണ് സർക്യൂട്ടിൻ്റെ വയറെങ്കിൽ ഇങ്ങനെയാണ് മാഗ്നറ്റ് വെച്ചത്. എന്നിട്ട് ആ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്ത സമയത്ത് ഈ മാഗ്നറ്റിന് കാര്യമായി ഒന്നും സംഭവിച്ചില്ല. അതെങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ഈഴ്സ്റ്റഡ് മുന്നോട്ട് വെച്ച ചോദ്യം ഇതാണ്: ഇതിലൂടെ കറണ്ട് പോയപ്പോൾ ഈ മാഗ്നറ്റിന് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അവിടെ സംഭവിച്ചത്, സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു, നമ്മൾ ആ മാഗ്നറ്റിക് നീഡിൽ വെച്ചത് ഇങ്ങനെയാണല്ലോ, അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് നീഡിൽ നിങ്ങൾ ഇങ്ങനെ പിടിക്കും, ആ വയറിന് പാരലായിട്ട് ആ മാഗ്നറ്റിക് നീഡിൽ വെക്കും, എന്നിട്ടൊന്ന് കറണ്ട് പാസ് ചെയ്യൂ, എന്നിട്ട് നമുക്കതിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ആ പിക്ചറാണ് ഇവിടെ വരച്ചത്. ഇതിൽ ആ മാഗ്നറ്റിക് നീഡിലിൻ്റെ അവിടെ ഒരു ഡാർക്കൺ ചെയ്ത ഭാഗമുണ്ട്. ആ ഭാഗം കാണിക്കുന്നത് നോർത്ത് പോളാണ്. നമ്മൾ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത് പോളുകളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആ നോർത്ത് പോളിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഡാർക്കൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെച്ച സമയത്ത് ഇതിലൂടെ ആര് പാസ് ചെയ്യുന്നുണ്ട്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒന്നുകിൽ അങ്ങോട്ട് ചെരിയും അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെരിയും. എന്ന് പറഞ്ഞാൽ ഒരു തവണ അങ്ങോട്ടാണ് ചെരിഞ്ഞതെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച മാഗ്നറ്റ് ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കറണ്ട്, ഇപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ വെച്ച സമയത്ത് ആ ഡൈപോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്, ടോർക്ക് അനുഭവപ്പെടുന്നത്. അതേപോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു കറണ്ട് പാസ് ചെയ്തപ്പോൾ ആ മാഗ്നറ്റിനെ ഡിഫ്ലക്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ കറൻറ്റും മാഗ്നറ്റിസവും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു. ഇതാണ് ഈഴ്സ്റ്റഡ് എക്സ്പെരിമെൻ്റ്. ഈഴ്സ്റ്റഡ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യം ഇതാണ്: മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും ഇൻ്റർ റിലേറ്റഡ് ആണെന്ന് മനസ്സിലായി. ഇതിനായിരുന്നു ഈഴ്സ്റ്റഡ് എക്സ്പെരിമെൻറ്റ്.
മാഗ്നറ്റിസവും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും ഇൻ്റർ റിലേറ്റഡ് ആണെന്ന് മനസ്സിലായി. ഞാൻ ഈ പിക്ചർ വരച്ചപ്പോൾ ഇവിടെ ഒരു ഡാർക്കൺ ചെയ്ത കാര്യം പറഞ്ഞിരുന്നു. ഡാർക്കൺ ചെയ്തപ്പോൾ അത് നോർത്ത് പോളാണെന്ന്. നോർത്തും സൗത്ത് പോളൊക്കെ നമ്മൾ ഇനിയും പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ NCERT-യിലുള്ള ഈ എക്സ്പെരിമെൻറ്റിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പിക്ചർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് നീഡിലാണ്, മാഗ്നറ്റിക് നീഡിലാണ്. ഇതിന് നടുക്ക് നിങ്ങളൊരു ഡോട്ട് കാണുന്നുണ്ടാവും. ഡോട്ടാണ് ഞാൻ അതിനെ വിളിച്ചത്. ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ഏതെങ്കിലും മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറോ നിങ്ങളടുത്തോട്ട് വരികയാണെങ്കിൽ 3 ഡയമെൻഷണൽ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഡോട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പെന്നിൻ്റെ നിബ്ബ് നിങ്ങൾ നോക്കുക. ഇതൊരു പോയിന്റഡ് സാധനമാണ്. ഇത് നിങ്ങളടുത്തോട്ട് വരുമ്പോൾ കാണിക്കുന്നതിനാണ് നമ്മൾ ഡോട്ട് എടുക്കുന്നത്. ഇത് തിരിഞ്ഞു പോകുമ്പോൾ ആ പോയിന്റ് അല്ല വരിക. അപ്പം നിങ്ങളടുത്തോട്ട് വരികയാണെങ്കിൽ ആ പോയിന്റാണ് നിങ്ങൾ കാണുക. എന്ന് പറഞ്ഞാൽ ഡോട്ട്. ഔട്ട് ഓഫ് ദ പ്ലെയിനെ കാണിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? ഡോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരാണ്? ഡോട്ടാണ്. എന്നാൽ അടുത്ത പിക്ചറിൽ ഇതാ ഇവിടെ ഇട്ടുള്ളത് നമ്മൾ ക്രോസ് ആണ്. അപ്പോൾ ഡോട്ടും ഉണ്ട് ക്രോസും ഉണ്ട്. ഡോട്ട് എന്നാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ക്രോസ് എന്നാൽ ഇൻ ടു ദ പ്ലെയിൻ. ക്രോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ട്രെയിനൊക്കെ പോണ സമയത്ത് നോക്കൂ, ട്രെയിനിൽ ബാക്ക് ഭാഗം നമ്മൾ കാണുമ്പോഴേ ട്രെയിനിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ഒരു ക്രോസ് കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നത് ഇൻ ടു ദ പ്ലെയിനെ കാണിക്കാനാണ് ക്രോസ് ഉപയോഗിക്കുന്നത്. ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഡോട്ട്, ഇൻ ടു ദ പ്ലെയിൻ ക്രോസ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ വയറാണ്. ഈ ഡോട്ട് ആരാണ്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കറന്റ് എങ്ങോട്ടാ വരുന്നത്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു വയറുണ്ട്, ആ വയറിലൂടെ കറന്റ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വയറിന് ചുറ്റും നമ്മൾ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ ആ വയറിന് ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ ഒരു വയറ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിട്ട് വെച്ചപ്പോൾ അതിനു ചുറ്റും മാഗ്നറ്റ് സർക്കിൾ ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അടുത്തത്, അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ഈ ഡാർക്കൺ ചെയ്തത് ഇതാ ഇവിടെയാണ് വന്നത്. ഇത് നോർത്ത് പോൾ അല്ലേ? ഈ നോർത്ത് പോള് ഇങ്ങോട്ടായിട്ടാണ് നിന്നത്. എന്നാൽ ആ കറന്റ് നമ്മൾ റിവേഴ്സ് ചെയ്താൽ, റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? ഇൻ ടു ദ പ്ലെയിൻ ആണ് പോകുന്നത്. ഇൻ ടു ദ പ്ലെയിന് പോകുമ്പോൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നോർത്തൊക്കെ ഇങ്ങോട്ട് നിന്നത് നോർത്തൊക്കെ അങ്ങോട്ടായിട്ട് മാറി. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾക്ക് കുറച്ച് അഡീഷണൽ ഡാറ്റകൾ കിട്ടിയത് ഡോട്ട് ക്രോസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കാര്യങ്ങൾ നോക്കാം. ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻ ടു ദ പ്ലെയിൻ അല്ല, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇനി കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഡോട്ടും ക്രോസും. അപ്പോൾ ഡോട്ട് കാണിക്കുന്നത് എന്താണ്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ക്രോസ് കാണിക്കണതോ ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ ഇത് ഇനി നമ്മൾക്ക് നിരന്തരം യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കണം, ഡോട്ടും ക്രോസും. നമുക്ക് ഈ ഒരു ഈസ്റ്റഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കിയതെന്ന് നോക്കാം. ഈസ്റ്റഡ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായി മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും ഇൻ്റർ റിലേറ്റഡ് ആണെന്ന്. മറ്റൊന്ന്, എങ്ങനെയായിരുന്നു ഈസ്റ്റഡ് എക്സ്പെരിമെൻറ്റ്? ഒരു കറന്റ് ക്യാരിയിങ് സർക്യൂട്ട് എടുത്തു, അതിന് താഴെ മാഗ്നറ്റിക് നീഡിൽ വെച്ചപ്പോൾ ആ സർക്യൂട്ടിലൂടെ കറന്റ് പാസ് ചെയ്തപ്പോൾ ആ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിനെ നമ്മൾ അടയാളപ്പെടുത്തിയപ്പോൾ ഡാർക്കൺ ചെയ്ത ഭാഗം ആരായിരുന്നു? നോർത്ത് പോളായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് എന്നും കൂടെ പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ മാഗ്നറ്റിക് ഫീൽഡ്? കോൺസെൻട്രിക് സർക്കിൾസ് ആണ് അല്ലേ. ഇവിടെ നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടു. ഒരു വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. തൊട്ടടുത്ത് നമ്മൾ കാണും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡുകൾ കോൺസെൻട്രിക് സർക്കിൾസ് ആണെന്ന് കണ്ടു. അതിന് പുറമെ ഡോട്ട് കൊണ്ട് കാണിക്കുന്നത് എന്താ? ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ക്രോസ് കൊണ്ട് കാണിക്കുന്നതോ ഇൻ ടു ദ പ്ലെയിൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിച്ചത് അതേ രീതിയിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്യാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിരുന്നത്? ഒന്ന്, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത സോഴ്സ് ആരാണെന്നറിയണം. ആരാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്? അതിനെയാണ് ഞാൻ സോഴ്സ് എന്ന് വിളിച്ചത്. ആരാ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്? ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഴ്സ്, അപ്പോൾ അതേപോലെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന് സോഴ്സ് വേണം. അത് നമുക്കറിയാം. ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റിൽ കൂടെ നമ്മൾ പഠിച്ചല്ലോ, എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതും നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഒരു പോയിന്റ് ചാർജ് എടുത്താൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നറിയാം. അതേപോലെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു എന്നറിയോ? ആ ചാർജിനെ കൊണ്ടുപോയിട്ട് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചു. ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെ ഈ ചാർജിനെ വെച്ചു. ആ ചാർജിനെ വെച്ചപ്പോൾ ആ ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചു. ആ ചാർജിന് അനുഭവപ്പെട്ട ടോർക്കുകളെ കുറിച്ചും പഠിച്ചു. അപ്പോൾ അതും നമുക്ക് ഇവിടെ നോക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ സോഴ്സ് ആരാണോ അവിടെ വരുന്നത് അയാൾ നമ്മളെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനെന്ത് ഫോഴ്സ് അനുഭവപ്പെടും? അതിന് ടോർക്ക് ഉണ്ടാവുമോ? അതൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ അടുത്ത കാര്യം നോക്കാം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ എന്താ പഠിച്ചത് നോക്കും. ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ഇതിനർത്ഥം ഇത് എന്ത് ഇലക്ട്രിക് ഫീൽഡാണ്? വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അതിനർത്ഥം ആരാണ്? വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡാണ്. ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പാരലൽ സ്ട്രൈറ്റ് ലൈൻസ് കാണിച്ചാൽ അതാരാ? അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇതും നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. അടുത്തത് നോക്കും. ഇങ്ങനെ 3 ചാർജുകളുണ്ട്. ആ 3 ചാർജുകൾ ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കുകയാണ് നമ്മൾ. ആ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര ഉണ്ട്? 3 ആളുകൾ ഉണ്ടാവും. അപ്പോൾ ആ 3 ആളുകളിൽ ഒന്ന് ഇതാണെങ്കിൽ ഇതാണ് വെക്ടർ E1, അടുത്തതാണ് വെക്ടർ E2, അടുത്തതാണ് വെക്ടർ E3. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കാണുക? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ വെക്ടർ അഡീഷൻ നടത്തണം. വെക്ടർ E1 പ്ലസ് വെക്ടർ E2 പ്ലസ് വെക്ടർ E3. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡുകൾ പഠിച്ചിരുന്നത്. ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ഏതോ ആ സോഴ്സുകളിൽ നിന്നുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണണമെങ്കിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നറ്റിക് ഫീൽഡും എന്താണ്?
വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിയുന്നത് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈൾസ്റ്റഡ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത് എന്നറിയോ? ഇത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. അതിനേക്കാൾ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നതാണ് നല്ലത്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ആരാ? അത് ഒരു ബാർ മാഗ്നറ്റ് ആണല്ലേ. ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഒരാൾ സോഴ്സ് കിട്ടി. ഇത് നമുക്ക് മുമ്പേ ധാരണ ഉള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ബാർ മാഗ്നറ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ നമുക്ക് ഈൾസ്റ്റഡ് എക്സ്പെരിമെൻ്റ് എന്ന് കിട്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, അതും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ സോഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയുമ്പോൾ പഠിക്കുമ്പോൾ അതും കൂടെ ചേർത്ത് പറയാൻ പഠിക്കണം. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സുകളെ കുറിച്ച് ചോദിക്കുകയാണ് നിങ്ങളോട്. ഒന്നാരാ? ബാർ മാഗ്നറ്റ് ആണ്. അടുത്തതാരാ? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അവിടെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് വേണമെന്നറിയോ? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശരിക്ക് മൂവിങ് ചാർജസ് എന്നാണ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണല്ലോ ഈ കറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എങ്ങനെയൊക്കെ പറയാം? ഒന്നുകിൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയാം, അല്ലെങ്കിലോ മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഒന്നാരാ? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, അല്ലെങ്കിലോ മൂവിങ് ചാർജ്. രണ്ടും ഒരേ രീതി തന്നെയാണ്, ഒരേ അർത്ഥമാണ് ശരിക്ക്. അപ്പോൾ മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ഡെഫിനിഷൻ പറയണം. അത് പറയണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ്? സ്പേസ് അറൗണ്ട് എ ചാർജ് ഇൻ വിച്ച് ഇറ്റ്സ് ഇലക്ട്രിക് എഫക്ട്സ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ അതേപോലെയാണെങ്കിൽ നമുക്ക് സ്പേസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ് ഇൻ വിച്ച് ഇറ്റ്സ് മാഗ്നറ്റിക് എഫക്റ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് എന്ന് പറയാം. അപ്പോൾ ആ ബാർ മാഗ്നറ്റിന് പകരം വേണമെങ്കിൽ എന്തും കൂടെ കൊടുക്കാം? മൂവിങ് ചാർജ് എന്നും കൂടെ പറയാം. മൂവിങ് ചാർജ്. ഞാൻ നിങ്ങളോട് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു കാര്യം ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾക്കറിയോ ഒരു സ്റ്റാറ്റിക് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നറിയോ? സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഓൺലി. ഒരു മൂവിങ് ചാർജ് ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആക്സിലറേറ്റിംഗ് ചാർജ് എന്ന് പറയുന്നത്. ആക്സിലറേറ്റിംഗ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നറിയോ? EM വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇതാണ് ശരിക്കും നമ്മൾ ഫിസിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ സ്ട്രക്ചർ. ആദ്യം ചാർജ് റെസ്റ്റിലാണ്, അത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. മൂവിങ് ചാർജോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. ആക്സിലറേറ്റിംഗ് ചാർജോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ ഏറ്റവും അവസാന പാഠം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ അവിടെ എത്തി നിൽക്കുമ്പോൾ ആ നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന സെക്ഷൻ തീരും. പിന്നെ നമ്മൾ മോഡേൺ ഫിസിക്സാണ് പഠിക്കുക. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക്, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ വളരെ നന്നാവും. സ്റ്റാറ്റിക് ചാർജ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് ഓൺലി. മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആക്സിലറേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കാം.
നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ SI യൂണിറ്റ് ഓർമ്മ ഉണ്ടോ? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് ആണ് അല്ലേ, ന്യൂട്ടൺ പെർ കൂളംബ് ആണ്. അതേപോലെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് ആണ് ടെസ്ല. ടെസ്ലയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ ഉപജ്ഞാതാവാണ് ആര്? ടെസ്ല എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ, വളരെ ദരിദ്രനായ ഒരു ശാസ്ത്രജ്ഞൻ, മരണത്തിന് ശേഷം മാത്രം, അല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ AC ഒക്കെ നമ്മൾ ജനങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിന് സുപരിചിതമായപ്പോൾ മാത്രം ടെസ്ലയെ ലോകം അറിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ദരിദ്രനായ എന്നാൽ നമ്മൾ തീർത്തും ബഹുമാനിക്കുന്ന, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ടെസ്ലയുടെ പേരിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് കിടക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് ആരാ? ടെസ്ല. ടെസ്ലയുടെ സിമ്പൽ നമ്മൾ T എന്നാണ് കൊടുക്കുക. മറ്റൊരു യൂണിറ്റ് ഉണ്ട് ഇതിന്, ഗോസ് തിയറം നമ്മൾ പഠിച്ചതാ. അപ്പോൾ ഗോസ് എന്ന് പറയുന്നതും ഇതിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ്, SI യൂണിറ്റ് അല്ല. സിമ്പൽ നമ്മൾ കൊടുക്കുക G ആണ്. 1 ഗോസ് ഈക്വൽ ടു 10⁻⁻4 ടെസ്ലയാണ്. 1 ഗോസ് ഈക്വൽ ടു എത്രയാണ്? 10⁻⁻4 ടെസ്ല. ആ റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം നമ്മൾ പല സമയങ്ങളിലും ഗോസിൽ തരും നമുക്ക് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 1 ഗോസ് ഈക്വൽ ടു എത്രയാണ്? 10⁻⁻4 ടെസ്ലയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആണോ അതോ സ്കേലാർ ആണോ? ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുമാരാണ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സിമ്പൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെക്ടർ B എന്നാണ് എഴുതിയിരുന്നത് അല്ലേ, വെക്ടർ B. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നറ്റിക് ഫീൽഡുമാരാണ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെക്ടർ ആണെങ്കിൽ ഡയറക്ഷൻ പറയണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് കേട്ടാ? പോസിറ്റീവ് ടു നെഗറ്റീവ്. അതായിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ പല സമയങ്ങളിലായിട്ട് കേട്ടിട്ടുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപാട് തവണ കേട്ട കാര്യമാണ്. അപ്പോൾ ആ ഡയറക്ഷൻ നമുക്ക് നോർത്ത് ടു സൗത്ത് എന്ന് എഴുതാം. പക്ഷെ ആ ഡയറക്ഷൻ വരുന്നത് എവിടെയാണെന്നറിയോ? ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റ് ആണ്. അതാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത്, ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റ്. ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റ് ആണ് നോർത്ത് ടു സൗത്ത് വരുന്നത്. ഇതാണ് ഡയറക്ഷൻ വരിക. അപ്പോൾ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ എന്തോ ഒന്നുണ്ടെങ്കിൽ ഇൻസൈഡ് വേറെ ഡയറക്ഷൻ ആയിരിക്കും. ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അത് വരുന്നത് സൗത്ത് ടു നോർത്ത് ആണ്. അപ്പോൾ ഡയറക്ഷൻ വരുന്നത് ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആണ് ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ്. അപ്പോൾ ജനറലി നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ അത് നോർത്ത് ടു സൗത്ത്, ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റിന്റെ ഡയറക്ഷൻ ആണ് പറയുക. ഇൻസൈഡ് ആണെങ്കിൽ അതെങ്ങോട്ടാണ്? സൗത്ത് ടു നോർത്ത് ആണ്. അപ്പോൾ നമ്മൾ എന്തായിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് വേണം? അതിനൊരു ഡയറക്ഷൻ വേണമെന്ന് മനസ്സിലായി. ആ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആണെന്ന് മനസ്സിലായി. ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇലക്ട്രിക് ഫീൽഡിന് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇവിടെയും പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സോഴ്സ് ആണെന്നിരിക്കട്ടെ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് 1, സോഴ്സ് 2, ഒരു സോഴ്സ് 3 ആണെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡുകൾ കാണുമ്പോൾ ഇതാ ഇവിടെ എങ്ങനെയാണ്? ഈ ഒരു പോയിന്റിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നതെങ്കിൽ ഒന്നുകൊണ്ട് വെക്ടർ B1 ഉണ്ട്, മറ്റത് കൊണ്ട് വെക്ടർ B2 ഉണ്ട്, അതേപോലെ വെക്ടർ B3 ഉണ്ടെങ്കിൽ
നോക്കൂ, ഇവിടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കാണണമെങ്കിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. വെക്ടർ B1 പ്ലസ് വെക്ടർ B2 പ്ലസ് വെക്ടർ B3 ആണ്. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. എന്തായിരുന്നോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ചെയ്തിരുന്നത് അത് തന്നെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മാഗ്നറ്റിക് ഫീൽഡിലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമുക്കറിയേണ്ടത്. ഇനി നമ്മൾ ഫോഴ്സുകളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ലോറൻസ് ഫോഴ്സ് എന്നാണ് നമ്മൾ കേൾക്കുക. ചിലപ്പോൾ അത് മുറിച്ച് കേൾക്കാൻ സാധ്യത ഉണ്ട്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അല്ലെങ്കിൽ വെറുതെ ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് ചിലപ്പോൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് പറയാൻ പോണത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് നമ്മളൊരു ചാർജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടും. ആ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷനും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഒരു പ്ലസ് ചാർജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? F=QE. Q എന്ന ചാർജിന് E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരുന്നു? F=QE. അപ്പോൾ ഞാൻ വെറുതെ F=QE എന്നല്ല എഴുതിയത്, വെക്ടർ F=Q ഇൻറ്റു വെക്ടർ E എന്നാണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് വെക്ടർ ആണല്ലോ, ആ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അറിയണം. അത് എവിടെ നിന്ന് കേട്ടാ? ഇവിടെ വെക്ടർ ഉണ്ട്, ഇവിടെയും വെക്ടർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. എങ്ങനെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് അതേ ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ് ചാർജിനും ഒക്കെ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരിക എന്നും കൂടെ അറിയണം. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഏതാണോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതേ ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് ചാർജിന് വരുന്ന ഫോഴ്സ്. എന്നാൽ നെഗറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആ ഇലക്ട്രിക് ഫീൽഡിന് നേരെ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് എന്ത് വരിക? ഫോഴ്സ് വരിക. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു പോകുന്നത്. ഇനി ഈ ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നും കൂടെ നമുക്കറിയണം. അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇതാണ് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലോട്ട് ഒരു ചാർജ് ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നോക്കൂ, ആ ഇലക്ട്രിക് ഫീൽഡിന് ഇപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യണത്. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ചെരിയും, കാരണം അങ്ങോട്ട് ഫോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഫോഴ്സ് കിട്ടിക്കൊണ്ടിരുന്നാൽ അത് ആ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ ചെരിയും. ചെരിഞ്ഞ് അവസാനം അത് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും, അങ്ങനെ ആയി മാറും. അപ്പോൾ അവിടെ നോക്കൂ, ഫോഴ്സ് അനുഭവപ്പെട്ടിട്ട് അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ FE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ചേഞ്ചസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ മാറ്റും. അതെന്തായാലും മാറ്റും, എപ്പോഴും മാറ്റും. കാരണം ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ മാറ്റും. അത് എപ്പോഴും നിർബന്ധമല്ല കേട്ടോ. ചില കേസിൽ മാഗ്നിറ്റ്യൂഡ് മാറ്റാതെ ഡയറക്ഷൻ മാത്രമേ മാറ്റുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ അടുത്തതിൽ വരും. ആൻഡ് സംടൈംസ് ഡയറക്ഷൻ, ചില സമയങ്ങളിൽ ഡയറക്ഷനെയും മാറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾക്ക് കാണുന്ന ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പോൾ എന്ത് മാത്രമേ മാറുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ മാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചില സമയങ്ങളിൽ എന്തും മാറ്റാം, ഡയറക്ഷൻ മാറ്റാം. അതിനാണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ടത്. അപ്പോൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്തായാലും വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റും, അത് ഉറപ്പാണ്.
പക്ഷേ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വരുന്നുണ്ട്, അത് മാഗ്നിറ്റ്യൂഡ് മാറ്റൂല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ടത്, ഒന്ന് നോക്കുക. മാഗ്നിറ്റ്യൂഡിനെ മാറ്റാൻ കഴിയുമോ? കഴിയും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റാനുള്ള കഴിവുണ്ട് ആർക്ക്? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. എന്തായാലും ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ F=QE. ഇത് നമ്മൾ മുമ്പ് പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആരാണെന്നറിയോ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന പുതിയതായിട്ടുള്ള ഒരു കാര്യം. അത് നമുക്ക് നോക്കാം.